കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയിൽ മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാട് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ CPM പ്രതിനിധി വസീഫിനോട് കാട്ടിക്കൂട്ടിയ പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ പേരിൽ വസീഫും സ്മൃതിയും തമ്മിലുള്ള വാക്കേറ്റവും സമൂഹ മാധ്യമങ്ങളിൽ ചൂടുള്ള ചർച്ചാ വിഷയമാണ്. സ്മൃതി പരുത്തിക്കാട് എന്ന മാധ്യമപ്രവർത്തകയ്ക്ക് ഇടതുപക്ഷത്തോടുള്ള അടങ്ങാത്ത വിരോധത്തിന്റെ കാരണമൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. മാസങ്ങൾക്ക് മുൻപ് തേവലക്കര സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ TV ഒരു ചർച്ച നയിച്ചിരുന്നു. അന്ന് ചർച്ചയിൽ ഇടതുപക്ഷ പ്രതിനിധിയായി പങ്കെടുക്കാനെത്തിയത് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ആയിരുന്നു. ആ ചർച്ച ഒന്ന് കാണേണ്ടതാണ്. ഷോക്കേറ്റ് വിദ്യാർത്ഥി മരണപ്പെട്ട തേവലക്കര സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് UDF പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് അറിഞ്ഞിട്ടും അത് എന്തിനു കൊടുത്തു എന്ന് കോൺഗ്രസിനോട് ചോദ്യം ചോദിക്കാതിരിക്കുന്ന സ്മൃതിയെ നമുക്കിവിടെ കാണാം. അതിനെല്ലാമുള്ള മറുപടി സ്മൃതി പരുത്തിക്കാടിന് ഉൾപ്പെടെയുള്ള മറുപടി കൊടുത്ത ശേഷമാണ് ശിവപ്രസാദ് അന്ന് ചാനൽ ഫ്ലോർ വിട്ടത്. ഈ മരണത്തിൽ അപകടമല്ല, വരുത്തിവെച്ച ഹത്യയാണല്ലോ. അപ്പോൾ അതിലെന്ത് നടപടി എന്ന ചോദ്യം വരുമ്പോൾ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറം എന്ത് നടപടി ഉണ്ടായിരിക്കും? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സമീപകാല സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കൊട്ടും പരിചിതമല്ലാത്ത ഒരു ദുരന്ത വാർത്തയാണ് 3 ദിവസം മുമ്പ് പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞനുജൻ മിഥുനിലൂടെ നമ്മളെല്ലാവരും കേട്ടത്. ആ വാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ കേരളം ചർച്ച ചെയ്തത് മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ചാണ്. ആ മിഥുൻ്റെ മരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ചും വളരെ കൃത്യമായി തന്നെ തുറന്നൊരു ചർച്ച കേരളത്തിനകത്ത് ഇപ്പോൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. നമുക്ക് സമീപകാല അനുഭവങ്ങളിൽ പരിചിതമല്ലാത്തൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നാം ഏറെ ശ്രദ്ധയോടെ കാണേണ്ട കാര്യം. ഇങ്ങനൊരു വാർത്ത കേരളത്തിൽ പുറത്തു വന്ന നിമിഷം തന്നെ ആ ദുരന്തത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചതെന്ന് നമ്മുടെ കൺമുന്നിലുള്ള രേഖകളാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ദുരന്തമുണ്ടായ നിമിഷങ്ങൾക്കകം തന്നെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരളത്തോട് പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഓർത്തെടുക്കാം. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാനുള്ളതിൻ്റെ പരമാവധി തന്നെ ചെയ്യും. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുരന്തമുണ്ടായ ഉടൻ തന്നെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സമഗ്രമായ അന്വേഷണത്തിന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപഡയറക്ടർ തന്നെ നേരിട്ട് സ്കൂളിലെത്തുകയും അവിടെ ഉണ്ടായ പോരായ്മകളെ സംബന്ധിച്ച് സമഗ്രമായി പഠിക്കുകയും ചെയ്തു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വിദ്യാലയങ്ങളും സ്വീകരിക്കേണ്ട പൊതുവായ മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് മാസം 13-ാം തീയതിയാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളും കർശനമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ആ ഉത്തരവിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽമാർ വരെയുള്ള സ്കൂളുകളിലെ ഉദ്യോഗസ്ഥരും കൃത്യമായി പാലിക്കേണ്ട ഒരു ഉത്തരവാണ് അതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നൽകിയത്. എന്നാൽ ആ ഉത്തരവ് കൃത്യമായി പാലിക്കുന്ന കാര്യത്തിൽ ആ സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ നമ്മൾ കണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്കൂളിൻ്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ഹെഡ് മാസ്റ്ററെ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത് നമ്മൾ കണ്ടതുപോലെ മാനേജ്മെൻറ്റ് അതിന് തയ്യാറായിട്ടുണ്ട്. അവിടെയും കേരളത്തിലെ ഗവൺമെൻറ് ആ നടപടികൾ അവസാനിപ്പിക്കുന്നില്ല. മാനേജ്മെൻറ്റിനോട് കൃത്യമായി നോട്ടീസ് മാനേജ്മെൻറ്റ് കൃത്യമായി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നും ആ സംഭവത്തിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണെന്നും കാണിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിനോട് കൃത്യമായ വിശദീകരണം ചോദിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ സമീപകാലത്തൊന്നും ഉണ്ടാവാത്തൊരു ദുരന്തമാണ് മിഥുൻ്റെ ദുരന്തം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്കിതിനു മുമ്പ് ഇങ്ങനൊരു ഉദാഹരണം നമ്മുടെ മുന്നിലില്ല. ഇങ്ങനൊരു സംഭവം ആ നിലയിൽ തന്നെ നമ്മുടെ മുന്നിൽ ആവർത്തിച്ച രംഗം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ സമീപകാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലില്ല. അപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഇത്. ഒറ്റപ്പെട്ട സംഭവം, ഇത് സമാനതകളില്ലാത്ത സംഭവം എന്ന രീതിയിൽ വിവരിച്ചാൽ പോരാ. ഇതിൽ അനാസ്ഥയുണ്ട്, പൂർണ്ണമായ അനാസ്ഥയാണ്. KSEBയുടെയും മാനേജ്മെന്റിന്റെ അനാസ്ഥയുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. അത് എത്ര ദിവസം കാത്തിരിക്കുന്നേ? ഇതിനെന്താണ് വേഗമില്ലാത്തത്? നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങളല്ലേ? മേഡം യെസ് ഞാൻ പറയട്ടെ, ഇനി എന്നെ പറയാൻ അനുവദിക്കൂ. മേഡത്തേക്കാൾ ആത്മരോഷം ഈ വിഷയത്തിൽ പ്രകടിപ്പിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ മേഡം പറയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. നമ്മൾ രണ്ടുപേരും ഉയർത്തുന്ന വാദം ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കിക്കുക എന്നുള്ളതല്ല. ആത്മരോഷം കണ്ടില്ല.
അല്ല, ആത്മരോഷം നിങ്ങൾ കാണില്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം ആരാണ് പ്രകടനം നടത്തിയത് മാഡം? ഞാൻ എൻ്റെ കണക്കൊന്നും പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതില്ല. ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ വിദ്യാസംഘടനയുടെ പേരേതാ? എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ ചർച്ചയിൽ. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ഈ ചർച്ചയിൽ നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന നിലയിലേക്ക് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഗാലറി, റിപ്പോർട്ടിൻ്റെ വീഡിയോ ഗാലറിയിൽ തിരഞ്ഞാൽ ആ സ്കൂളിൻ്റെ മുന്നിലേക്ക് ആദ്യം പ്രകടനം നടത്തിയ, ആ സ്കൂളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ, അവിടെ കൃത്യമായ നിലപാട് സ്വീകരിച്ച SFI നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഒരുപക്ഷെ എന്തുകൊണ്ടാണത് കാണാൻ ഇന്നലെ പ്രതിഷേധ ദിവസമായിരുന്നു. ഇന്നലത്തെ പ്രതിഷേധ ദിവസങ്ങളിൽ KSU, യൂത്ത് ലീഗ്, ബാക്കിയുള്ള ABVP ഇവരുടെയൊക്കെ പ്രതിഷേധം നിങ്ങൾ കാണില്ല. അല്ല, പ്രതിഷേധമുണ്ടെങ്കിൽ അത് കാണുമല്ലോ. അതോ രഹസ്യമായിട്ടൊരു പ്രതിഷേധമില്ലല്ലോ. വീഡിയോ നിങ്ങളുടെ വീഡിയോ ശരി, ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മതി. ആരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധം? എന്തായിരുന്നു നിങ്ങളുടെ പ്രതിഷേധത്തിൽ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്? ഞാൻ പറയാം. കൃത്യമായി ഇങ്ങനൊരു സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ അവിടെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ച മുഴുവൻ കുറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്നതാണ് SFIയുടെ പ്രകടനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയത്. SFI കൃത്യമായി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു, കൃത്യമായി തന്നെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് സമഗ്രാന്വേഷണം നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മേഡം ചോദിച്ച ചോദ്യത്തിന് അപ്പോൾ എൻ്റെ ഉത്തരം പൂർണ്ണമാവില്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരത്തിലേക്ക് കൂടി കിടക്കുകയാണ്. ആ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാനേ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സമീപകാലത്ത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളോ സമീകരിക്കാനാവാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കത് പല സംഭവങ്ങളോടും സമീകരിക്കണമെന്നും ഉദാഹരിക്കണമെന്നും താല്പര്യമുണ്ടാവും. പക്ഷേ നമ്മുടെ സ്കൂളുകൾ ആ നിലയിൽ സുരക്ഷിതമല്ലാത്ത സാഹചര്യം എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളാണ് ഒഴിവാക്കപ്പെടേണ്ടത്. ആ ഒഴിവാക്കപ്പെടുന്നതിന് മിഥുൻ്റെ മരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ നമ്മൾ കണ്ടത് എന്താ? ഒരു എയ്ഡഡ് സ്കൂളിലുണ്ടായ പ്രശ്നമാണ്. ആ എയ്ഡഡ് സ്കൂളിൽ അവിടെ ഉണ്ടായ ഒരു ലൈൻ കമ്പിയിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യത്തെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചു എന്നതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടുത്തെ പ്രധാന അധ്യാപികയ്ക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് നാം കാണുന്നത്. അവിടുത്തെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നാം കാണുന്നത്. അത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട്, അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉപഡയറക്ടർ തന്നെ നേരിട്ട് ആ സ്കൂളിലേക്ക് എത്തുകയാണ്. നമ്മളതെങ്ങനെയാണ് കാണാതിരിക്കാൻ വേണ്ടി കഴിയുന്നത്? അങ്ങനെ നേരിട്ടെത്തി മണിക്കൂറുകൾക്കകം നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കുകയാണ്. ആ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ നടപടികൾ സ്വീകരിക്കും എന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പാണ് ഞാൻ നേരത്തെ മേഡത്തിന് വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ അദ്ദേഹം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ച് ഈ വിഷയം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിലുണ്ടോ? എൻ്റെ ശ്രദ്ധയിലില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേട്ടത്, കേരളത്തിലെ പൊതുസമൂഹം കേട്ടത്, മുഴുവൻ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഇവിടെ ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ RSPയുടെയും BJPയുടെയും പ്രതിനിധി ഇവിടെ പറഞ്ഞത് അത്രയും രാഷ്ട്രീയമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടില്ലേ? നിങ്ങൾ നോക്കൂ, ഒരു ദാരുണമായ സംഭവം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എയ്ഡഡ് സ്കൂളിൽ ഉണ്ടാകുന്നു. ആ എയ്ഡഡ് സ്കൂളിൽ ഉണ്ടായ സംഭവത്തെ ആരെങ്കിലും ന്യായീകരിച്ചോ? ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഈ ചർച്ചയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചു. എന്താണ് ഗവൺമെൻറ് ചെയ്തത്? എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്? ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ വിശദീകരിച്ചു. അതിനെ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അതിനെ എന്തിനോടെല്ലാമാണ് സമീകരിക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാകെ തകർച്ചയിലേക്കാണ് എന്ന നിലയിലേക്ക് ഈ ചർച്ചയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ബോധപൂർവ്വ ശ്രമം ഈ സംഭവത്തിന് ശേഷം കേരളത്തിലാകെ നടക്കുകയല്ലേ? അതിനാരാ നേതൃത്വം കൊടുക്കുന്നത്? അതിന് രാഷ്ട്രീയമാനം കൊടുക്കുന്ന ആരാ? അങ്ങനെ ഈ സിസ്റ്റം, ഇപ്പോൾ സിസ്റ്റം എന്ന പുതിയ വാക്കാണല്ലോ നമ്മൾ ഉത്ഭവിപ്പിച്ചിരിക്കുന്നത്, ആ സിസ്റ്റം തകർച്ചയിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടക്കുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ സിസ്റ്റം തകർച്ചയിലാണോ കേരളത്തിൽ? ഈ ചർച്ചയിൽ മേടാണല്ലോ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സിസ്റ്റം കേരളത്തിൽ പരാജയത്തിലാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഏത് വിഷയത്തിലാണ് അങ്ങനെ സിസ്റ്റം പരാജയത്തിലാണെന്ന് കാര്യത്തിൽ മാത്രമാണോ? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം. വീഴ്ചയാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, അല്ലേ? അവിടേക്ക് വരൂ. അതെ, വീഴ്ചയാണ് ചർച്ച ചെയ്യുന്നത്. ആ വീഴ്ച വരുത്തിയവർക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത്. ആ വീഴ്ചയ്ക്ക് കാരണക്കാർക്കായ ആ വീഴ്ചയ്ക്ക് കാരണക്കാർ, ഞാൻ പറയട്ടെ മേഡം, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി ദയവായി അങ്ങ് കാണിക്കണം. അങ്ങനെ പ്രകോപിതനാക്കേണ്ട കാര്യമില്ല. ഞാൻ കൃത്യമായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വിട്ടിരിക്കുന്നത്. എന്നെ പ്രകോപിച്ച് എന്തെങ്കിലും നിലയിൽ എന്റെ വായിൽ നിന്ന് വേറെങ്കിലും ഉത്തരം ലഭിക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഞാൻ പറയുന്ന ഉത്തരം കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെയുള്ള ചോദ്യങ്ങളാണല്ലോ ചോദിച്ചുകൊണ്ട്.
അങ്ങനെ അങ്ങ് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ തിരിച്ചു പറയാനുള്ള സഹിഷ്ണുത, പറയുമ്പോൾ കേൾക്കാനുള്ള സഹിഷ്ണുത കൂടി കാണിക്കണം. കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞത് എന്താ? പൊതുവിദ്യാലയങ്ങൾ തകർച്ചയിലേക്ക് നീങ്ങുന്നു. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അവിടേക്ക് അല്ല ഈ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സമീപകാലത്ത് പ്രൈവറ്റ് സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത വിഷയം ഉണ്ടായി? നമ്മുടെ തന്നെ മുന്നിലുള്ള വിഷയങ്ങളില്ലേ? കേരളത്തിനകത്ത് പ്രൈവറ്റ് സ്കൂളുകളുടെ ആത്മഹത്യ, സെന്റ് ഡൊമിനിക് സ്കൂൾ ശ്രീകൃഷ്ണപുരം, എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകൾ ആകെ കുഴപ്പമാണെന്നൊരു ചർച്ച കേരളത്തിനകത്ത് നടക്കാത്തത്? എറണാകുളത്ത് ഒരു സ്കൂളിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്തേ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളാകെ തകർച്ചയാണ് എന്നൊരു പൊതു ചർച്ച കേരളത്തിനകത്ത് ഉണ്ടാവാത്തത്? എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കേരളത്തിനകത്ത് ആളുകൾ മരിക്കുന്നു, എന്തേ പ്രൈവറ്റ് ഹോസ്പിറ്റലാകെ കുഴപ്പമാണ് എന്ന ചർച്ച ഉണ്ടാവാത്തത്? അപ്പോൾ വിഷയങ്ങളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു വിഷയം ഉണ്ടായാൽ ആ വിഷയത്തിന്റെ കാരണം എന്താണ്, അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാമാണ്, ആ കാരണങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതല്ലേ ക്രിയാത്മകമായ ചർച്ച. ആ ക്രിയാത്മകമായ ചർച്ച നടത്തുന്നതിന് പകരം ഒരു വിഷയത്തെ പിന്തുടർന്ന് എങ്ങനെയെല്ലാം കേരളത്തിൽ വളരെ നല്ല നിലയിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഉൾപ്പെടെ ഇടപെടുന്ന ഒരു ഗവൺമെന്റിനെ കരിവാരി തേക്കാൻ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്താമെന്ന ഗവേഷണമല്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ബുദ്ധിയല്ലേ? പ്രൈവറ്റ് മേഖല, സർക്കാർ മേഖല, സർക്കാർ മേഖലയുടെ ഉത്തരവാദിത്തമാണോ പ്രൈവറ്റ് മേഖലയ്ക്ക്? അങ്ങനെയാണോ? സർക്കാർ മേഖലയും പ്രൈവറ്റ് മേഖലയും ഒരുപോലെയാണോ താങ്കൾ കാണുന്നത്? രണ്ട് ഉത്തരവാദിത്തങ്ങളും ഒരുപോലെയാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതെ. അപ്പൊ ഞാൻ പറഞ്ഞതിനെ അങ്ങനെയാണ് ശ്രുതിവേടം മനസ്സിലാക്കിയതെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കോളൂ. എനിക്കാവില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ ചർച്ചയെ കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ ഉണ്ടാകുന്ന വിഷയം, കേരളത്തിലെ പ്രൈവറ്റ് മേഖല ആകെ കുഴപ്പമാണ് എന്ന ചർച്ചയിലേക്ക് നിങ്ങൾ നയിക്കുന്നുണ്ടോ? ആ ചർച്ച നിങ്ങൾ നടത്താതെയാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാകുന്ന ഒരു ദാരുണമായ സംഭവത്തെ, ആ സംഭവത്തിന്റെ സ്പെസിഫിക് ആയ റീസണെ അഡ്രസ് ചെയ്യുന്നതിന് പകരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകർച്ചയിലാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്താൽ ആ ചർച്ചയെ അംഗീകരിച്ചാൽ എനിക്ക് ആവില്ല മാഡം. കാരണം ഈ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ ചെലവഴിച്ച കോടികളുടെ കണക്ക് പറഞ്ഞ ഈ ആരോഗ്യമന്ത്രി ബിന്ദു മരിച്ച സമയത്ത് നടത്തിയ പോലെ പ്രതികരണം നടത്തുന്നില്ല. ആ പ്രതികരണത്തിലേക്ക് മന്ത്രി ശിവൻകുട്ടി പോകാതിരുന്നത് അദ്ദേഹത്തിന് അതേക്കുറിച്ചുള്ള നല്ല ബോധ്യത്തിലാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ മുഴുവൻ നടപടി ഉണ്ടാകുന്നത്. അതുവരെയും ശരിയാണ്. പക്ഷേ നടപടി വൈകുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള കാഴ്ച. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് മറുപടി പറയട്ടെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ ചോദ്യത്തിനും എങ്ങനെ മറുപടി പറയാം? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾ നോക്കൂ, ഇവിടെ വൈകാരികത കലർത്തി ഈ വിഷയത്തെ വഷളാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, കുട്ടി മരിച്ചു, നമ്മുടെ വേറെ പ്രിയപ്പെട്ട മകനാണ്, കേരളത്തിന്റെ മകനാണ് മരിച്ചത്. ആ മരണം ഇനി സ്കൂളുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ചർച്ചയല്ലേ നമ്മൾ നടത്തേണ്ടത്? ഒരു സ്കൂളും ആവർത്തിക്കാതിരിക്കാൻ അതിനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടത്. അതിന് പകരം ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. എന്തെല്ലാമാണ് ഈ ചർച്ചക്കകത്ത് വിളിച്ചു പറഞ്ഞത്? ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. BJP-യുടെ പ്രവൃത്തി എന്തെല്ലാമാണ് ഈ ചർച്ചക്കകത്ത് പറഞ്ഞത്? കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം BJP-യുടെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുകയാണോ? നിങ്ങൾ നോക്കൂ, ഒരു ലെവലും ഇല്ലാത്ത നിലയിലല്ലേ അദ്ദേഹം പ്രതികരണം നടത്തിയത്? ജനങ്ങളുടെ സുരക്ഷിതത്വം സർക്കാർ മറന്നോ എന്നാണ് ചോദിക്കുന്നത്. ഏത് ജനങ്ങളുടെ സുരക്ഷിത സർക്കാർ മരിച്ചത്? ദിവസം കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികൾ മരിക്കുകയാണോ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇവരേത് നിലയിലാണ് ഈ വിഷയത്തെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല നിലയിൽ പൊതുവിദ്യാഭ്യാസം നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? ഈ BJP പ്രവൃത്തിക്ക് എന്ത് അവകാശം?